ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം ദാ ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എക്സാമിന് വരുന്ന കാര്യങ്ങൾ അല്ലേ, നമ്മൾ ഈ ഇപ്പോൾ എക്സാം അടുത്ത് നിൽക്കുന്ന സമയത്ത് പോയിട്ട് നമുക്ക് ഫുള്ളി ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അയ്യോ എന്ന് ആലോചിച്ച് പേടിയുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും പേടിക്കേണ്ട, നിങ്ങൾ എല്ലാം പഠിക്കുക. പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് വാങ്ങുക എന്നുള്ള ഒരു മെയിൻ എയിം നമുക്കുണ്ടല്ലോ അല്ലേ, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന നമ്മളെ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോർട്ട് അല്ല, ഒരു മീഡിയം ഇതിൽ വരുന്ന, അതായത് 5 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ഇയേഴ്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ഈ ഒരു മാർക്കിലൊക്കെ പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ പറയുന്നത്. ഫസ്റ്റ് ഞാനിവിടെ പറയുന്നത്, ഇന്നത്തെ ദിവസം ഞാനിവിടെ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ. ഓക്കെ, എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പറയുന്നത് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. എന്താണ് അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ? എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഇൻ ഇന്ത്യ അഗ്രികൾച്ചർ സെക്ടർ cannot provide gainful employment opportunities, so therefore shift of workforce from agriculture to other allied activities are necessary. ഇത് ഇവിടെ ആക്ച്വലി ഒരു മിയർ സ്റ്റേറ്റ്മെന്റ് നിങ്ങളെടുത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാതെ ബാക്കിയുള്ളതിലേക്ക് നമ്മളുടെ ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ് ബേസിക്കലി ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് വരിക. അതേപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ അഗ്രികൾച്ചറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പോവർട്ടി ഒന്നും ഇല്ലാണ്ട് ജീവിച്ചു പോകാൻ പറ്റുന്ന നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം അത്രയും ഹൈ റിസ്ക് അവിടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി അഗ്രികൾച്ചറിൽ, അതായത് കൃഷി ചെയ്യുക, നെൽകൃഷി ചെയ്യുക, അതുണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് അതിലപ്പുറത്തേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക അഗ്രികൾച്ചറൽ സെക്ടറിൽ തന്നെ, പക്ഷേ എന്താ പറയുക, അതർ അലൈഡ് ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതിനാണ് നമ്മൾ അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇത് ആക്ച്വലി 8 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ എസ്എ ക്വസ്റ്റിൻ്റെ ഏരിയയിൽ ഞാൻ അത് ആഡ് ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ട് 8 മാർക്കിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ മോസ്റ്റ്ലി 5 മാർക്സ് 4 മാർക്സിനൊക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതിൽ 8 മാർക്സ് എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചോളൂ, 5 മാർക്സിനും 4 മാർക്സിനൊക്കെ എന്തായാലും വരാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അതർ അലൈഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? അപ്പോൾ അതായത് നമ്മൾ ഈ നെൽകൃഷി ചെയ്യാന്നുള്ളത് മാത്രമല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, മീനിനെ വളർത്താം, അല്ലെങ്കിൽ ആനിമൽ ഹസ്ബൻഡറി ചെയ്യാം, ഹോർട്ടിക്കൾച്ചർ ചെയ്യാം, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ ഹിൻ്റ് അടക്കം തന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ അടുത്തായിട്ട് പറയുന്നത് എന്താണ്, എക്സ്പ്ലെയിൻ ഹൗ ദ അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസ് വുഡ് ബി ബെനിഫിഷ്യൽ ഫോർ ദ റൂറൽ ഡെവലപ്മെന്റ്. ഇതും സെയിം ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുവാണ്. ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. പിന്നെ എന്താണ്, റൂറൽ ഡൈവേഴ്സിഫിക്കേഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ റൂറൽ ഡെവലപ്മെന്റ്. ഒറ്റ സ്റ്റേറ്റ്മെന്റ്, റൂറൽ ഡൈവേഴ്സിഫിക്കേഷൻ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ റൂറൽ ഡെവലപ്മെന്റ്. അപ്പോൾ എന്താണ് റൂറൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് റൂറൽ ഡെവലപ്മെന്റിനെ കുറിച്ചും കൂടി നിങ്ങളവിടെ മെൻഷൻ ചെയ്തുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അതിൽ പല രീതിയിലുണ്ട്. അതായത് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് 2 ആസ്പെക്ട്സ്. അതായത് ഒന്ന് റിലേറ്റ്സ് ടു ചേഞ്ച് ഇൻ ക്രോപ്പിംഗ് പാറ്റേൺ ആൻഡ് ദി അതർ റിലേറ്റ്സ് ടു ഷിഫ്റ്റ് ഓഫ് വർക്ക് ഫോഴ്സ് ഫ്രം അഗ്രികൾച്ചർ ടു അതർ അലൈഡ് ആക്ടിവിറ്റീസ്. ഓക്കെ, അതായത് ഒന്നെങ്കിൽ ക്രോപ്പിംഗ് പാറ്റേൺസിൽ ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതർ അലൈഡ് ആക്ടിവിറ്റീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ ആ എത്ര അലൈഡ് ആക്ടിവിറ്റീസ് ആണ് എപ്പോഴും കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ നീഡ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക, കാരണം ഈ 8 മാർക്കിൻ്റെ എസ്സേ ഒക്കെ നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ അതൊക്കെ അവിടെ മെൻഷൻ ചെയ്യണം. എന്തിന് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ആവശ്യമാണ് എന്നുള്ള ഈ പറയുന്ന 4 പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ ആൻസറിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആൻഡ് അതിനുശേഷം നിങ്ങൾ ഓരോ അതർ അലൈഡ് ആക്ടിവിറ്റീസ് ആയിട്ട് നോക്കുക. ആനിമൽ ഹസ്ബൻഡറി എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ ഇന്ത്യയിൽ ആനിമൽ ഹസ്ബൻഡറി അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആട് എന്നുള്ള പല രീതിയിലുള്ള ഇതിനെ പന്നി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വളർത്തില്ലേ, അത്. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ പ്രൊവൈഡ്സ് ഇൻക്രീസ് സ്റ്റെബിലിറ്റി ഇൻ ഇൻകം, കുറച്ചും കൂടി സ്റ്റേബിൾ ഇൻകം കിട്ടും അല്ലേ. അല്ലാതെ കൃഷി ചെയ്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സീൻ വന്നാൽ നമുക്ക് കൃഷിയിൽ നിന്ന് നമുക്ക് അതുപോലെ വിളവെടുപ്പ് കിട്ടണമെന്ന് അത്രയും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലൈഫ് സ്റ്റോക്ക്, നമ്മൾ പശുവിനെ വളർത്തുക, ആടിനെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ഇൻകം നമുക്ക് തരും അല്ലേ. മാസം നമുക്ക് പാല് കറക്കുക ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയിൽ തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് ബൈ മോർ ദാൻ 8 times between 1951 to 2014. ഈ സമയത്തിനിടയിൽ നല്ല പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ ഫ്ലഡിനെ കുറിച്ചൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഇത് 1 മാർക്കിന് ക്വസ്റ്റ്യൻ വരാറില്ല കേട്ടോ.
ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന 1 മാർക്കിന് എപ്പോഴും വന്ന് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഇംപ്ലിമെന്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഇൻക്രീസ് മിൽക്ക് പ്രൊഡക്ഷൻ. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുമ്പോൾ വെള്ളം എന്നല്ല, പാലെന്നാണ് അവിടെ ആലോചിക്കേണ്ടത്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം, മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് എന്തുണ്ട്? ഫിഷറീസ് ഉണ്ട്, അതായത് ഫിഷിംഗ് കമ്മ്യൂണിറ്റീസ്, അത് മീൻ പിടിക്കുക. നമുക്കറിയാലേ നമ്മുടെ കടലിനോട് ചേർന്നിട്ടായിട്ടും ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് നമ്മളെ പല സ്ട്രഗിൾസിലും സഹായിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലേ. ഈ പറയുന്ന മീൻ പിടിച്ചുകൊണ്ട് അവരുടെ ദിവസേനയുള്ള കാര്യങ്ങൾ നടത്തുന്ന നമ്മൾ ഈ പറയുന്ന പോലെ ചെടികൾ അല്ലെങ്കിൽ നമ്മൾ നെൽകൃഷി ചെയ്യുക എന്നുള്ളതിന് പകരം നമ്മൾ മീനിനെ എന്ത് ചെയ്യുക, പിടിച്ച് അതിന് ആൾക്കാർക്ക് കൊടുത്ത് അങ്ങനെ ആ രീതിയിൽ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ ഫിഷർമെൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഏരിയനെ കുറിച്ച് പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മളിവിടെ പറയുവാണെങ്കിൽ പൊതുവേ സീ, ഓഷ്യൻ, റിവർ, ലേക്സ്, നാച്ചുറൽ അക്വാറ്റിക് പോണ്ട്, സ്ട്രീംസ് എക്സെട്രാസ് ആർ integral and life-giving source of the fishing community. ഫിഷിംഗ് കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആൻഡ് ഇവിടെ മെയിൻലി 2 ടൈപ്പ് ഓഫ് ഫിഷിംഗ് ആണ് വരുന്നത്. ഇൻലൻഡ് ഫിഷിങ്ങും വരുന്നുണ്ട്, അതുപോലെ തന്നെ മറൈൻ ഫിഷിങ്ങും വരുന്നുണ്ട്. നമ്മുടെ മോസ്റ്റ്ലി നമുക്ക് ഈ പറയുന്നത് ഇൻലൻഡ് ഫിഷിംഗ് ഇല്ലേ, അതായത് 64% ഓഫ് ഫിഷ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇൻലൻഡ് ഫിഷിങ്ങിലാണ് നടക്കുന്നത്. നമ്മൾ പൊതുവേ എല്ലാവരും വിചാരിക്കുക അല്ല കടലല്ലേ വലുത്, കടലിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ മീൻ കിട്ടുക. അങ്ങനെയല്ല, അത് കൺഫ്യൂസ്ഡ് ആവരുത്. ഇൻലൻഡ് ഫിഷിങ്ങിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ ടോട്ടൽ ഫിഷ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 0.8% ഓഫ് GDP. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കുക, ഇതൊക്കെ ചിലപ്പോൾ 1 മാർക്കിന് ചോദിക്കുന്നത്. ടോട്ടൽ ഫിഷ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ GDPയുടെ 0.8% വരുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചറിനെ കുറിച്ച് പറയാം. അതായത് ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ക്രോപ്സ്, വെജിറ്റബിൾസ്, ഇതിനെയൊക്കെ ഈ പറയുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കുക, പ്ലാന്റേഷൻ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത്രയും അതിനും ഈ പറയുന്നത് പോലെ ഇമ്പോർട്ടൻസ് കയറി വരുന്നുണ്ട്. ആൻഡ് ദീസ് ക്രോപ്സ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ പ്രൊവൈഡിങ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ and helps in reducing unemployment. ഈ പറയുന്ന ആ ഒരു ഏരിയയിലും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഹോർട്ടിക്കൾച്ചർ സെക്ടർ നല്ല പോലെ നമുക്ക് 1/3 ഓഫ് ദ വാല്യൂ ഓഫ് അഗ്രികൾച്ചർ ഔട്ട്പുട്ട് ആൻഡ് 6% ഓഫ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അതായത് GDP നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 6% ഹോർട്ടിക്കൾച്ചറിന് കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് അതിനുണ്ട്. ആൻഡ് ഇന്ത്യ ഹാസ് എമേർജ്ഡ് ആസ് എ വേൾഡ് ലീഡർ ഇൻ പ്രൊഡ്യൂസിങ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് മാംഗോസ്, ബനാനാസ്, കോക്കനട്ട്സ്, കാഷ്യൂ നട്ട്സ് ആൻഡ് നമ്പർ ഓഫ് സ്പൈസസ്. അപ്പോൾ ഇതും 1 മാർക്കിന് വന്നേക്കാം. എന്താണ്? വേൾഡ് ലീഡറാണ് എന്തിൻ്റെ കാര്യത്തിൽ? ഫ്രൂട്ട്സ്, ഇത്തരത്തിലുള്ള ഹോർട്ടിക്കൾച്ചറിൽ ഈ പറയുന്ന ഫ്രൂട്ട്സ്, വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ. പിന്നെ എമേർജ്ഡ് ആസ് എ സക്സസ്ഫുൾ സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ഓപ്ഷൻ ആൻഡ് നീഡ്സ് ടു ബി എൻകറേജ്ഡ് വൈഡ്ലി. നമ്മൾ സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള, അതിനെ മെയിൻലി എൻകറേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എന്ത് നമ്മുടെ അഗ്രികൾച്ചറൽ ഡൈവേഴ്സിഫിക്കേഷനിൽ മെയിൻലി ഈ പറയുന്ന 3 കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നില്ലേ? അതായത് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു, സ്റ്റേബിൾ ഇൻകം കൊടുക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് അങ്ങനെയുള്ള പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പല രീതിയിൽ നമുക്ക് റൂറൽ ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതും കൂടി പറഞ്ഞ് നല്ലപോലെ നിങ്ങൾ അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി 5 മാർക്സ് അല്ലെങ്കിൽ 8 മാർക്സിൻ്റെ ക്വസ്റ്റൻ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, താങ്ക് യു. ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും ഒരുപാട് വീഡിയോസ് എക്സാമിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, പ്രോബ്ലംസും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും നമ്മുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച്, ബൈ.